ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് നെജു. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ രീതിയിൽ ബോട്ടി വരട്ടിയെടുത്ത റെസിപ്പിയാണ്. ബോട്ടി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് നല്ല മസാലകളൊക്കെ തേച്ചിട്ട് നല്ല വരട്ടിയെടുത്തിട്ടുണ്ട്. ചോറിലേക്കും ചപ്പാത്തിയിലേക്കും ബ്രേക്ക്ഫാസ്റ്റിലേക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ബീഫിൻ്റെ ബോട്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഒരു ബോട്ടി ഷോപ്പിൽ നിന്നും ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതായിരുന്നു. പിന്നെ കുറച്ചൊന്ന് ക്ലീൻ ആക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ക്ലീൻ ആക്കിയ ശേഷം ഉണ്ടാക്കിയെടുത്ത ബോട്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇതാ ഞാൻ 1 കിലോ ബോട്ടി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ക്ലീനൊക്കെ ആക്കി ഉപ്പിട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്. ഇതിനി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് നേരം ഒന്ന് ഊറ്റിയെടുക്കുക. ഈ ബോട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു വരണം, എന്നാലും കൂടെ വെള്ളം ഉണ്ടാവും ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് ഒരു സ്ട്രൈനറിൽ ഇട്ടിട്ട് ഒന്ന് ഊറ്റിയെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടണം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബോട്ടി ഇട്ട് കൊടുക്കുക. പലർക്കും ഈ ബോട്ടി കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ കഴിക്കാത്ത ഏതാളുകളും കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇതാ കുക്കറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം ഇത് മസാലകളൊക്കെ തേച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഇതാ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ ടീസ്പൂൺ മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയത് കാരണമാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു വലിയ ടീസ്പൂണിൽ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ചതച്ച കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എല്ലാ ഭാഗത്തേക്കും മസാലകളൊക്കെ ആക്കിയെടുത്തിട്ട് ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. അത്യാവശ്യം നല്ല വേവുള്ള ഒരു സാധനമാണ് ബോട്ടി. അപ്പോൾ 6-7 വിസിലൊക്കെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഓരോരോ കുക്കറിനനുസരിച്ചും അതിൻ്റെ വിസിലിൻ്റെ എണ്ണത്തിനും മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതാ ഇതിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെക്കാം. ഒരു 20-25 ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 10-15 വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്നൊന്ന് ചതച്ചെടുക്കുക. നമ്മൾ കുത്തുന്ന കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ 6 വിസിലിന് ശേഷം 6-7 വിസിലൊക്കെ ആയിട്ടുണ്ടാവും. അതിനുശേഷം ഇതാ ബോട്ടി വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിൽ ഇത്രത്തോളം വെള്ളമുണ്ട്. ബോട്ടിയിലുള്ള വെള്ളമാണ്, എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ വെള്ളം കളയേണ്ടതില്ല. ഇത് നമുക്ക് വരട്ടുന്ന സമയത്ത് ഈ വെള്ളം കൂടെ ആവശ്യമായിട്ട് വരും. ഇനി ഞാനൊരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇതുണ്ടാക്കുമ്പോൾ ടേസ്റ്റ്. പിന്നെ ഇതാ 1/2 ടീസ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അല്ലെങ്കിലും ചെറിയുള്ളി ഏതൊരു ഡിഷിലേക്ക് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റിയാണ്. അത് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ടേസ്റ്റിയാണ്. പിന്നെ അതുമാത്രമല്ല നല്ല ഹെൽത്തിയുമാണ്. നമുക്ക് ബ്ലഡൊക്കെ കൂടാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെറിയുള്ളി കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡിലൊക്കെ ചെറിയുള്ളി അത്യാവശ്യം നല്ലതുപോലെ കൂട്ടി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇതാ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ബോട്ടി കുക്ക് ചെയ്ത സമയത്ത് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പിന്നെ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇതാ ഇതിലേക്ക് മസാലപ്പൊടി, അതായത് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലയുടെയൊക്കെ പച്ചമണം ഉണ്ടാവും. ആ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം കരിവേപ്പില ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബോട്ടിയും അതിലുള്ള വെള്ളവും എല്ലാം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഈ ബോട്ടി വീണ്ടും ഒന്ന് കുക്കായി വരാനായിട്ട്. ഈ ഒരു വെള്ളത്തിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. കാരണം ബോട്ടിയിലുള്ള എല്ലാ ഒരു ഇതും അടങ്ങിയിട്ടുള്ളത് ഈ ഒരു വെള്ളത്തിലായിരിക്കും. അപ്പോൾ ഈ വെള്ളം ഒഴിവാക്കേണ്ടതില്ല. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം വറ്റുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ്, കടയിൽ നിന്നും വാങ്ങുന്ന മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ വീട്ടിലുള്ള ആഫ്രിക്കൻ കൊറിയൻഡറിൻ്റെ ഇലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയെടുക്കണം. ഉപ്പ് ഇനി ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അധികം ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. ഇതിലുള്ള വെള്ളം വറ്റി വരുന്ന സമയത്ത് പാകത്തിന് ഉപ്പ് ആയി കിട്ടും. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇതാ ബോട്ടിലിൽ ഒരുപാട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കുക. പിന്നെ ഇത് ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടെ വറ്റുന്നതാണ്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയും അതുപോലെ ഈസിയും ആയിട്ടുള്ള ബോട്ടി വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ആക്കി നോക്കുക. ബോട്ടി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാറിയ ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നല്ല വരട്ടിയ ആ ഒരു സ്ട്രക്ചറിൽ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നല്ല അടിപൊളി കോമ്പിനേഷനായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.